വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ആസ് യൂഷ്വൽ ഇന്നത്തെ വീഡിയോയിലും രണ്ട് പാർട്സാണുള്ളത്. ഫസ്റ്റിൽ നമ്മൾ മേക്കിംഗ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ ഹെയർ ബാൻഡ്സ് ഒരുപാട് ഉണ്ടാക്കിയിട്ടും സെയിൽ ആകാത്തവർക്കുള്ള ഒരു അടിപൊളി ടിപ്സും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് പാർട്സാണ് നമ്മളെ വീഡിയോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഹൂപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചെറിയ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ക്രിസ്മസ് സീരീസ് ആയതുകൊണ്ടാണ് റെഡ് കളർ എടുത്തത്. 4 ബീഡ്സും ഒന്നിലേക്ക് കോർത്ത് കൊടുത്തിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു കൈ വിരൽ അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ദെൻ രണ്ട് കമ്പിയും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും 4 ബീഡ്സ് തന്നെ കോർത്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നല്ല സെയിൽസ് ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ എന്നാൽ പോലും ചില ആൾക്കാർക്ക് സെയിൽസ് ഇല്ലാതെ അവർ വാങ്ങിയ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച ഹെയർ ബാൻഡ്സൊക്കെ ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ടിപ്സാണ് ലാസ്റ്റിലേക്ക് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ലെങ്ത്തൊന്നുമില്ല, ഒരു ഹെയർ ബാൻഡിൻ്റെ ലെങ്ത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു കമ്പിക്ക് എന്താ പറയുക വെച്ചാൽ ഗിയർ വയർ എന്നാണ് പറയുക. ഇത് 4 mm ഗിയർ വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 mm ഇതിനെക്കാട്ടും നേർമയായിരിക്കും. അപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്താൽ വളരെ നേർമയായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 mm എടുത്ത്. അതിൻ്റെ ഒന്നിന് റേറ്റ് വരുന്നത് 50-55 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് ഒരു 20-30 രൂപയുടെ പാക്കറ്റ് ബീഡ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2-3 ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു 60 റുപ്പീസിനൊക്കെ സെയിൽ ചെയ്താലും ലാഭം ഉണ്ടായിരിക്കും. ദെൻ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ 4 ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്ന അമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് സമയം കളയല്ല, വീട്ടുജോലികൾ മാത്രമായി പോവാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ചെയ്തു നോക്കാം കേട്ടോ. വെറും വീട്ടുജോലി നമ്മുടെയൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗം മാത്രമാണ്. അത് മാത്രം നമ്മുടെ ജീവിതമാക്കി മാറ്റരുത്. അപ്പം വേഗം പണികളൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ ഇനി നമ്മളൊരു വലിയ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത് 5 mm. അത് രണ്ട് കമ്പിയിലും കൂടി കോർത്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ദെൻ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യണത്. വീണ്ടും 4 ബീഡ്സ് കോർത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ഒരിക്കലും പല ആൾക്കാരും എനിക്ക് കമൻ്റ് ഇടാറുണ്ട് സെയിലാവുമോ എന്ന് പേടിച്ചിട്ടാണ് ചെയ്യാത്തത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തുടക്കക്കാരാണെങ്കിൽ ഒരൊറ്റ ഗിയർ വയർ വാങ്ങിച്ചാൽ മതി. അതിന് 55 റുപ്പീസ് 60 റുപ്പീസ് ആവുകയുള്ളൂ. ദെൻ ഒരു 30 റുപ്പീസിൻ്റെ ബീഡ്സിൻ്റെ പാക്കറ്റും വാങ്ങിക്കുക. ഒരേ സൈസുള്ള വാങ്ങിച്ചാൽ മതി. എന്നിട്ട് അതിൽ ചെയ്ത് നോക്കുക. അപ്പോൾ 50-80 രൂപ ആവുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ചെയ്ത് നോക്കിയിട്ട് ഒരു 2-3 നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഒരു 60 രൂപ 50 രൂപ വെച്ചിട്ട് അതൊന്ന് സെയിൽ ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് ഒരുപാട് വാങ്ങിച്ചിട്ടൊക്കെ ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയാൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി പോയാൽ മതി. ദെൻ 4 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബീഡ്സ് 2 കൂടി കോർത്തിട്ടിട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടിയത് അത്രയും തുടർന്നുകൊണ്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഇത്രയും ലെങ്ത് ആയപ്പോൾ നിർത്തുകയാണ്. ദെൻ വീണ്ടും ഇതിൻ്റെ ലാസ്റ്റ് വശം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഹുപ്പ് ഉണ്ടാക്കിയ പോലെ ഹുപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ വളച്ച് വെച്ചിട്ട് ദെൻ പലരും ഇനിയത്തെ സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് മേക്കിംഗ് വീഡിയോ കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പലരും ഹെയർ ആക്സസറീസ് ബിസിനസ് അല്ലെങ്കിൽ ഹെയർ വൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിലാവാതെ കുറേ ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലത്തൊന്നും ഈ ഹെയർ വൈനിനെ കുറിച്ച് അധികം അറിയാത്തതുകൊണ്ട് എങ്ങനെ ഹെയറിൽ സെറ്റ് ചെയ്യണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ സെയിലാവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ നിങ്ങളുടെ ഹെയർ വൈൻ വീണ്ടും സെയിൽ ചെയ്യിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് ഈ ഹെയർ വൈന് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹെയർ ബാൻഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹെയർ ബാൻഡിൽ ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, സെയിലാവാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡലാക്കി കട്ട് ചെയ്ത് നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ഒട്ടിക്കാവുന്നതാണ്. പിന്നെ വരുന്ന മറ്റൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഇത് ഒട്ടി നിൽക്കുമോ, പെട്ടെന്ന് അടന്നു പോവില്ലേ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അല്ല കേട്ടോ, നന്നായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ നിങ്ങളിത് ഒരു വൈറ്റ് പോലത്തെ കളറിൽ ഞാൻ ഇതേപോലെ വെച്ചിട്ട് കാണിച്ചു തരാം. സെയിം കളർ ഹെയർ ബാൻഡോ ബ്ലാക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടാകും. ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടി നിൽക്കുമെന്നൊന്നും പേടിക്കണ്ട കേട്ടോ, നന്നായിട്ട് ഒട്ടി നിൽക്കും, അത് പറഞ്ഞു പോരുകയില്ല. പിന്നെ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റഫ്യൂസാണ്, അതായത് എയർ കൂടെ ഹെയർ ബാൻഡൊക്കെ പറക്കും. അപ്പം അങ്ങനെ റഫ്യൂസായിട്ട് ചെയ്തിട്ട് പോലും അത് ഇതുവരെ ഇളകി പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ മുൻപ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തൊരു ഹെയർ ബാൻഡായിരുന്നു, എന്നിട്ടും അതൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ ഹെയർ വൈൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ള ഹെയർ ബാൻഡ്. പക്ഷെ നല്ല ഇതിൽ നിന്നിട്ടുണ്ട് കേട്ടോ, ഇതുവരെയും അതൊന്നും പറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെയർ ബാൻഡിന് അത്യാവശ്യം നല്ലൊരു റേറ്റ് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെ ഹെയർ വൈൻ സെയിലായിട്ടില്ല എന്നുള്ള വിഷമവും വേണ്ട. ഹെയർ വൈന് ഇതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ വിന്നർ ഇതുവരെയും കോൺടാക്റ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഇനി അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. കാരണം ഇതൊക്കെ മുൻപേ ചെയ്ത് വെച്ച വീഡിയോ കേട്ടോ, അതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോയിൽ പുതിയ വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ആഴ്ച തന്നെ അവർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കും കേട്ടോ, മൺഡേ അയച്ചു കൊടുക്കും. അപ്പോൾ ശനിയാഴ്ച നാളെ റിസൾട്ട് ഞാൻ വീഡിയോസായി ഇടുന്നുണ്ട് കേട്ടോ. താങ്ക് യു.